ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കണും അമർത്തണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കൂട്ടുകാരെ, ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ആദ്യ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് കൂട്ടുകാരെ? ഒന്ന് ഓർത്തു നോക്കിക്കേ, പറയൂ. അതെ, ജലം ജീവന്റെ അടിസ്ഥാനമാണ്. ജലമില്ലെങ്കിൽ ജീവൻ സാധ്യമല്ല. ശരിയല്ലേ? ജലം ജീവന്റെ അടിസ്ഥാനമാണ്. ജലമില്ലെങ്കിൽ ജീവൻ സാധ്യമല്ല. ഇതിൻ്റെ ഹിന്ദി നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചു. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ജലം, പാനി, ജീവന്റെ, ജീവൻ കാ അടിസ്ഥാനമാണ്, ആധാർ ഹെ. ജലം ജീവന്റെ അടിസ്ഥാനമാണ്, പാനി ജീവൻ കാ ആധാർ ഹെ. ജലമില്ലെങ്കിൽ, പാനി കെ ബിന, ജലമില്ലെങ്കിൽ ജീവൻ സാധ്യമല്ല. പാനി കെ ബിന ജീവൻ സംഭവ നഹി. കൂട്ടുകാരെ, ഇത് നമുക്ക് ഒരുമിച്ച് ഒരു സെന്റൻസ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലോ. പാനി ജീവൻ കാ ആധാർ ഹെ, പാനി കെ ബിന ജീവൻ സംഭവ നഹി. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയൂ, കേക്കട്ടെ. ठीक है, हमने कविता पढ़ी थी. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കവിത വായിച്ചിരുന്നു. है ना? हमने क्या पढ़ी थी? एक कविता. कविता का नाम याद है? നിങ്ങൾക്ക് ആ കവിതയുടെ പേര് ഓർമ്മയുണ്ടോ? യാദ് പറഞ്ഞാൽ ഓർമ്മ. हाँ, सही है, बादल दानी. कविता का नाम क्या है? बादल दानी. ये कविता किसने लिखी? ആരാണ് ഈ കവിത എഴുതിയത്? बताइए, ये बादल दानी कविता किसने लिखी? बताइए. ബത്തായി പറഞ്ഞാൽ എന്നോട് പറയൂ. हाँ, ठीक है, श्री बाबूलाल शर्मा प्रेम. किसने लिखी? श्री बाबूलाल शर्मा प्रेम. इस कविता की पहली 14 पंक्तियां हमने पढ़ी थी. ഈ കവിതയിൽ നമ്മൾ ആദ്യത്തെ 14 വരി വായിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു. इस कविता की पहली 14 पंक्तियां हमने पढ़ी थी. ഈ 14 വരികളിൽ നിന്നും കൂട്ടുകാർ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? बोलिए. आकाश में क्या चमकी? कहिए, आकाश में क्या चमकी? सही है, बिजली चमकी. ആകാശത്തിൽ എന്താണ് മിന്നിത്തിളങ്ങിയത് അല്ലെങ്കിൽ തിളങ്ങിയത്? എന്താ വെച്ചാൽ ബിജലി റാണി, അതായത് മിന്നൽ. ഓക്കെ. आकाश में क्या चमकी? बिजली चमकी. आकाश या आसमान में, आकाश का दूसरा शब्द है आसमान. आकाश या आसमान में क्या उठा? बताइए. ठीक है, बादल या मेघ. बादल का और एक शब्द क्या है? मेघ. अच्छा, ആകാശത്ത്, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ മറ്റൊരു പേരാണ്, ഗഗൻ്റെ മറ്റൊരു പേരാണ് ആസ്മാൻ. അവിടെ എന്താണ് ഉയർന്നു വന്നത്? എന്താണ്? ബാദൽ, മേഘം. മേഘത്തിൻ്റെ മറ്റൊരു പേരാണ്, ബാദലിൻ്റെ മറ്റൊരു പേരാണ് മേഘ്. അപ്പോൾ ആകാശത്തിൽ ഉയർന്നു വന്നത് മേഘം.
बच्चे और अन्य पशु पक्षी क्या करते हैं ये देखकर? आकाश में बिजली चमकी, बादल उठा, ये सब देखकर ആകാശത്തിൽ മിന്നലും അതുപോലെ തന്നെ മേഘമൊക്കെ വന്നപ്പോൾ താഴെ കുട്ടികളും അതുപോലെ തന്നെ മറ്റു പക്ഷിമൃഗാദികളൊക്കെ എന്താണ് ചെയ്തത്? बच्चे और अन्य पशु पक्षी वहां कौन कौन थे? लटका, लटकी, बंदर, व्याध पतंग, हिरन, सांप आदि थे। वे सब क्या करते हैं? हाँ, वे सब बादल से प्रार्थना करते हैं। അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുന്നത്? മേഘത്തോട് പ്രാർത്ഥിക്കുകയാണ്. वे बादल से क्या मिलने के लिए प्रार्थना करते हैं? അപ്പോൾ അവർ മേഘത്തോട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? हाँ, जरूर पानी मिलने के लिए। തീർച്ചയായിട്ടും എന്തിനാണ്? വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട്, പാനി ലഭിക്കാൻ വേണ്ടിയിട്ട്. वे क्यों पानी के लिए प्रार्थना करते हैं? ഇവിടെ എന്തിനാണ് അവർ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? उन्हें पानी की आवश्यकता है। बोलिए। അവർക്കൊക്കെ വെള്ളം ആവശ്യമാണ് അല്ലേ? പറയൂ. उन्हें पानी की आवश्यकता है। हाँ, सही है, सभी को पानी की आवश्यकता है। അതെ, എല്ലാവർക്കും വെള്ളം ആവശ്യമാണ്, നിർബന്ധമാണ്. क्योंकि वे सब प्यासे हैं। എന്തെന്നാൽ എല്ലാവർക്കും ദാഹമുണ്ട്. പ്യാസ് പറഞ്ഞാൽ ദാഹിച്ചവൻ, ദാഹം ഉള്ളവൻ എന്നൊക്കെ കേട്ടോ. बच्चों, वहां एक तालाब आप लोगों ने देखा था। वो तालाब कैसा है? ठीक है, तालाब खाली पड़ा है। നിങ്ങൾ നേരത്തെ കുളം ഒക്കെ കണ്ടു. അപ്പോൾ ഈ കുളം ഇപ്പോൾ എങ്ങനെയാണ്? അതെ, ഒക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്, ശൂന്യമാണ്. क्या है? खाली पड़ा है। तालाब में क्या नहीं है? ഈ കാലിയായി കിടക്കുക, ശൂന്യമായി കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുളത്തിൽ എന്താണ് ഇല്ലാത്തത്? तालाब में, हाँ सही है, पानी नहीं है, इसलिए तालाब खाली पड़ा है। അതെ, കുളത്തിലൊന്നും വെള്ളമില്ല, പാനിയില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ശൂന്യമായി കിടക്കുന്നത് അല്ലെങ്കിൽ കാലിയായി കിടക്കുന്നത്. तो तालाब की मछलियां हमने देखी थी पिछले क्लास में। मछलियां कैसी हैं? तो बच्चों बोलिए, मछलियां कैसी हैं? सही है, मछलियां हैरानी में हैं। അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കുളത്തിലെ മീനുകൾ. അപ്പോൾ ആ മീനുകളൊക്കെ അപ്പോൾ എങ്ങനെയാണ്? പറയൂ. അതെ, കുളത്തിലെ മീനുകളൊക്കെ ആകെ ആശ്ചര്യഭരിതരായിട്ട് നിൽക്കുകയാണ്. അതായത് അസ്വസ്ഥരായി, വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ സ്തംഭിച്ച ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ മീനുകൾക്ക് നീന്താനൊക്കെ വെള്ളം വേണം. വെള്ളമില്ലാത്ത മീനുകളൊക്കെ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. മछलियां हैरान हैं. അതെ, കുളങ്ങളിലും നദികളിലും ജലം കുറയുന്നത് കണ്ടിട്ട് മത്സ്യങ്ങൾ ആശ്ചര്യചകിതരാണ്. हाँ, मछलियों को हैरानी हुई। फिर हमने क्या पढ़ा था? जरा सोच कर बताइए। വേറെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വെറുതെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് പറയൂ, എന്നോട് പറയൂ. बादल कहां से जल या पानी लाते हैं? बताइए, कहां से जल या पानी लाते हैं बादल? ബാദൽ, മേഘം എവിടെ നിന്നാണ് ജലം എടുക്കുന്നത്? പാനി എവിടെ നിന്നാണ് മേഘം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേഘം എവിടെ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്? हाँ, ठीक है, सागर से। सागर से, सागर या समुद्र से। അപ്പോൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? സാഗർ സെ അല്ലെങ്കിൽ സമുദ്ര സെ. സമുദ്രത്തിൽ നിന്നാണ് മേഘത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മേഘം ബാഷ്പീകരിച്ച് അത് നീരാവിയായിട്ട് വന്നിട്ട്, നിങ്ങൾക്കറിയാലോ മേഘം എങ്ങനെ ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ കടലിൽ നിന്നാണ് വെള്ളം മേഘത്തിന് ലഭിക്കുന്നത്.
बादल सागर से पानी लाते हैं, आप लोगों को मालूम होगा। तो बादल किसकी प्यास बुझाते हैं? മേഘം ആരുടെയൊക്കെ ദാഹമാണ് കെടുത്തുന്നത് അല്ലെങ്കിൽ ശമിപ്പിക്കുന്നത്? बादल किसकी प्यास बुझाते हैं? सही है, सब जीवों की प्यास बुझाते हैं। बादल सब जीव जंतुओं की प्यास बुझाते हैं। ബാദല് എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിക്കുന്നു. മഴ പെയ്തിട്ട് എല്ലാ ജീവജാലങ്ങളും ആ വെള്ളം കുടിച്ചിട്ട് അവരുടെ ദാഹം അകറ്റുന്നു. हमारी धरती माने भूमि कैसे धानी हो जाती है, अर्थात हमारी धरती कैसे धानी या हरी भरी हो जाती है? നമ്മുടെ ഭൂമി എങ്ങനെയാണ് പച്ചപ്പുള്ളതാകുന്നത് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? പറയൂ. ഹാ, ബാരിഷ് യാ വർഷാ സേ. അതെ, നമുക്കറിയാം, മഴ പെയ്തിട്ടാണ് ഭൂമിയൊക്കെ ഇങ്ങനെ ഹരിതമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് മഴ സമയമാണ്. ഉണങ്ങിയ എല്ലാ പുല്ലും എല്ലായിടത്തും ഇപ്പോൾ പച്ചപ്പുള്ള സമയമാണ്. എന്തുകൊണ്ടാണ്? മഴ പെയ്തത് കൊണ്ട് ഭൂമി മൊത്തം ഇപ്പോൾ പച്ചയായി ഹരിതമായി. बारिश वर्षा या बरसात से. अच्छा बच्चों, बारिश या वर्षा या बरसात कहाँ से मिलती है? അപ്പോൾ മഴ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? कहाँ से बारिश या वर्षा होती है? बिल्कुल सही है, बादलों से. അതുകൊണ്ട് കുട്ടികളും മറ്റു പക്ഷി മൃഗാദികളും മേഘത്തോട് എന്താണ് അപേക്ഷിക്കുന്നത് കൂട്ടുകാരെ? ഹേ ബാദൽദാനി खूब झमाझम पानी बरसो. हे बादलदानी खूब झमाझम जोर से पानी बरसो, तिमिर्त मഴ പെയ്യൂ. प्यारे बच्चों, हमने यहीं तक पिछली कक्षा में पढ़ा था. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. अब हम बादल दानी कविता की अंतिम 6 पंक्तियां पढ़े. ഇനി നമുക്ക് ഈ കവിതയിലെ അവസാന 6 വരി നമുക്ക് പഠിക്കാം. देखिए पंक्तियां, अपरिचित शब्दों का अर्थ भी वहां है. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളുടെ അർത്ഥം ആ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. मैं पढ़कर सुनाता हूं, मेरे साथ आप भी पढ़िए. അപ്പോൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വായിക്കൂ. पढ़ते समय शब्दों पर ध्यान देना चाहिए. അപ്പോൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് വായിക്കണം. अच्छा, मैं पढ़ता हूं, मेरे साथ आप लोगों को पढ़ना है. फसल धान की खेतों महके, राह घाट हरियाली लहके, मन किसान का गाये चहके, देख देख मेढों तक पानी, बादलदानी बादलदानी खूब झमाझम बरसो पानी. बच्चों, पहली पंक्ति, फसल धान की खेतों महके. അപ്പോൾ നമ്മൾ പെഹലെ പങ്ക്തിയാണ് ഫസ്റ്റ് വരി. ഫസ്റ്റ് വരിത്തെ അർത്ഥം നമ്മൾ നോക്കാൻ പോകുന്നത്. फसल शब्द, फसल का अर्थ है विलव. धान वहां दिया है धान्यम नल्ल. फसल धान की खेतों, खेत खेत में, खेतों में, महके. ഇവിടെ കേത്ത് പറഞ്ഞാൽ വയലാണ് കേട്ടോ. അപ്പോൾ വയലുകളിലെല്ലാം വിളവുകളുടെ സുഗന്ധം പരക്കട്ടെ എന്നാണ് അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മഴ കിട്ടുമ്പോൾ ലഭിക്കുമ്പോൾ എല്ലാ വിളവുകളും തയ്യാറായിരിക്കും, അല്ലെങ്കിൽ
വിളവൊക്കെ റെഡി ആയിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ആ വരി സൂചിപ്പിക്കുന്നത്. गंध आए, देखिए बच्चों, धान की फसल की गंध, फसल धान की फसल की गंध. അതായത് നെൽകൃഷിയുടെ ഒരു ഗന്ധം അതാണ് പറയുന്നത്. അതായത് വിളവായിട്ടുള്ള ഒരു നെൽകൃഷിയുടെ ഗന്ധം അതിങ്ങനെ വയലിലിങ്ങനെ സുഗന്ധം അലയടിക്കട്ടെ, അല്ലെങ്കിൽ മണം ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. खेतों ആയേ, കേത്തോമേ ആയെന്ന് പറഞ്ഞാൽ ആ കൃഷിയിടത്തു നിന്ന് വരട്ടെ. കേത്തോ എന്ന് പറഞ്ഞാൽ വയലിൽ നിന്നും ആ നെൽകൃഷിയുടെ മണം വരട്ടെ എന്നാണ് പറയുന്നത്. धान की फसल, क्या आप धान की फसल देखना चाहते हैं? तो देखिए, यही है धान की फसल. അപ്പോൾ നിങ്ങൾക്ക് നെൽകൃഷി കാണാനായിട്ട് ചിത്രം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നെൽകൃഷി. धान की फसल खेतों में महके, राह घाट हरियाली लहके. बच्चों, राह का अर्थ है रास्ता. അപ്പോൾ രാഹ് എന്ന് പറഞ്ഞാൽ വഴി, രാസ്ത എന്നൊക്കെ പറയാം, വഴി. पथ, घाट शब्द से आप परिचित हैं. അപ്പോൾ ഘാട്ട് അത് ശബ്ദന വാക്ക്, ആ വാക്ക് നമ്മൾ ആദ്യം നമുക്കറിയാം, പരിചയമുണ്ട്, നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. ഘാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കടവ്. നേരത്തെ നമ്മൾ പറഞ്ഞു, കടവൊക്കെ എന്താ പറയുക, വറ്റി വരണ്ടിരിക്കുന്ന നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആ ഘാട്ടാണ്, അതാണ് കേട്ടോ. അപ്പോൾ ഘാട്ട് എന്ന് പറഞ്ഞാൽ കടവ്, അത് നദിയുടെ അടുത്തുള്ള സ്ഥലം, നദിക്ക് കിനാരെ. घाट, हरियाली, हरे पेड़ पौधों से भरा. ഹരിയാൽ എന്ന് പറഞ്ഞാൽ പച്ചപ്പ്, പച്ച പുതച്ച എന്നൊക്കെയാണ്. അപ്പോൾ ചെറിയ ചെറിയ സസ്യങ്ങൾ അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ കൊണ്ട് ഇങ്ങനെ പച്ച പുതച്ചിരിക്കുന്ന. हरियाली, लहके माने लहराए, अलयडिकटे. देखिए बच्चों, घाट की राह, हरियाली लहराए. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? അപ്പോൾ കടവിലേക്കുള്ള വഴികളൊക്കെ പച്ചപ്പിൽ അലയടിക്കട്ടെ, അതായത് ഒക്കെ പച്ചപ്പായിരിക്കട്ടെ, ചെടികളൊക്കെ ഉണ്ടാവട്ടെ, ചെറിയ ചെറിയ ചെടികൾ, ചോട്ട പൗധ എന്നൊക്കെ പറഞ്ഞില്ല അർത്ഥം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. घाट के रास्ते, नदी के किनारे के स्थान. കടവിലേക്കുള്ള ആ ഒരു വഴിയും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളൊക്കെ, നദിക്ക് കിനാര പറഞ്ഞാൽ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ, അതുപോലെ തന്നെ രാസ്ത വഴി, വെള്ളത്തിലേക്കുള്ള കടവിലേക്കുള്ള വഴി ഒക്കെ പച്ച നിറഞ്ഞിരിക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. वहां हरियाली लहराए, हरे पेड़ पौधों से भरे वे किनारे. तो देखिए, फसल धान की खेतों महके, धान की फसल खेत में महके, उसकी गंध खेत में आए. और घाट की राह, हरियाली लहराए. देखिए, ये क्या है बच्चों? हाँ, यह धान की फसल है. खेत में कब धान की फसल की महक आती है? ठीक है, बादल के बरसने पर. അപ്പോൾ നമ്മളിവിടെ കണ്ടു വയലുകളിൽ നിന്നൊക്കെ വിളവിൻ്റെ സുഗന്ധം വരട്ടെ എന്ന് കണ്ടു, പഠിച്ചു. അപ്പോൾ എപ്പോഴാണ് ആ സ്മെല്ലൊക്കെ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ്? മഴ പെയ്യുമ്പോഴാണ് സുഗന്ധം വരുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. बारिश के आने पर. तो बताइए, खेत में क्या महके? അപ്പോൾ നിങ്ങൾ എന്നോട് പറയൂ, വയലുകളിൽ നിന്നെല്ലാം എന്ത് മണമാണ് ഉണ്ടാവുന്നത്? बताइए. हाँ, खेत में
धान की फसल महके. അപ്പോൾ എന്തിൻ്റെ സ്മെല്ലാണ്? നെല്ലിൻ്റെ വിളയുടെ ആ സ്മെല്ലാണ് എല്ലാ വയലുകളിൽ നിന്നും മണമടിക്കുന്നത്. खेत खेत में धान की फसल महके. और अगली पंक्ति देखिए, राह घाट हरियाली लहके. राह माने रास्ता, घाट शब्द से अपरिचित है. घाट क्या है बोलिए? हाँ, नदी के किनारे का स्थान. അതായത് നദിക്ക് അരികിലുള്ള സ്ഥലം, അതായത് കടവ്. कड़व. अब हरियाली क्या है? हरे पेड़ पौधों से भरा पच्चप निरंजन. अब हरियाली से भरा घाट देखना चाहते हैं तो देखिए. അപ്പോൾ നിങ്ങൾക്ക് അത്തരം പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു നദിക്കര, ഒരു കടവ് കാണണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചിത്രത്തിലേക്ക് നോക്കൂ. कितना सुंदर है ना? ये क्या है बच्चों? हाँ, हरियाली से भरा घाट है. എത്ര സുന്ദരമാണ് ഇത് കാണാൻ, അല്ലേ? ഇതാണ് കടവ്. ഓക്കെ, പച്ച നിറഞ്ഞ നദിക്ക് അരികിലുള്ള സ്ഥലം. तो देखिए ये पंक्ति, राह घाट हरियाली लहके, अर्थात घाट के रास्ते या नदी के किनारे हरे पेड़ पौधे लहके. क्या है? घाट के रास्ते या नदी के किनारे हरे पेड़ पौधे लहके. लहके का अर्थ हुआ लहराए. लहराए, അലയടിക്കട്ടെ. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നദിക്കരയും ആ കടവൊക്കെ പച്ചപ്പ് കൊണ്ടിങ്ങനെ നിറയട്ടെ, തിങ്ങി നിറയട്ടെ, മഴയൊക്കെ പെയ്തിട്ട് പച്ചപ്പ് ഉണ്ടാവട്ടെ എന്നാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. नदी के किनारे हरे पेड़ पौधों से भर जाएं. नदी के किनारे हरे पेड़ पौधों से भर जाएं. तो बच्चों बोलिए, घाट की राह क्या लहके या लहराए? അപ്പോൾ ഉത്തരം പറയൂ. നദിയിലേക്കുള്ള വഴിയിൽ എന്താണ് അലയടിക്കുന്നത്? सही है, हरियाली लहके. എന്താണ്? പച്ചപ്പാണ് അലയടിക്കുന്നത്, അതായത് പച്ച നിറഞ്ഞിരിക്കുന്നു എന്ന് അർത്ഥം. हरियाली लहराए. अगली पंक्तियां देखिए. ഇനി അടുത്ത വരി നോക്കൂ. मन किसान का गाये चहके, देख देख मेढ़ों तक पानी. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്നായിട്ടുള്ളൊരു അർത്ഥം പറയാം. എന്താ വെച്ചാൽ ഫസ്റ്റ് രണ്ടാമത്തെ വരി നിന്നാണ് അർത്ഥം തുടങ്ങുന്നത്. വരമ്പിലൂടെ വെള്ളം വരുന്നത് കണ്ടിട്ട് കിസാൻ എന്ന കൃഷിക്കാരൻ്റെ മനസ്സിൽ സന്തോഷം വരും. അതാണ് മൊത്തത്തിലുള്ള അർത്ഥം. एक बार फिर, मन किसान का गाये चहके, देख देख मेढ़ों तक पानी. सारे जीव जंतु दानी बादल से प्रार्थना के स्वर में कहते हैं, हे दानी बादल, खूब झमाझम बरसो पानी. മനുഷ്യരും എല്ലാ പക്ഷിമൃഗാദികളും ദാനശീലനായ മേഘത്തോട് പ്രാർത്ഥിക്കുന്നത് ഗൂപചമാശ, അതായത് ശക്തിയായിട്ടുള്ളൊരു മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. तब मेढ़ों तक पानी आएगा. हे दानी बादल, खूब पानी बरसो. तब मेढ़ों तक पानी आएगा. അപ്പോൾ അങ്ങനെ ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ മേടത്തക്ക് പാനി ആയ മേടം എന്ന് പറഞ്ഞാൽ വരമ്പ്, ആ വരമ്പിലൂടെ വെള്ളം വരും, മഴവെള്ളം ഒലിച്ചു വരും. मेढ़ क्या है बच्चों? वरम्ब, वयल वरम्ब. मेढ़ देखना चाहते हैं तो यहाँ देखिए. അപ്പോൾ വരമ്പ് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാണ്. അപ്പോൾ ചിത്രത്തിലേക്ക് നോക്കൂ. मेढ़ों तक पानी को आते देखकर.
ഇവിടെ എന്താ പറയുന്നത്? വരമ്പിലൂടെ വെള്ളം വരുന്നത് കണ്ടിട്ട് मन किसान का गाय चहके. മൻ കിസാൻ മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, കിസാൻ കൃഷിക്കാരൻ്റെ മനസ്സിൽ സന്തോഷം വരും. വരുന്നത് കണ്ടിട്ട് അവരുടെ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാവും. अर्थात मेढों तक पानी देख देख कर किसान का मन खुश हो जाता है, क्योंकि खेतों में खेती के लिए किसकी आवश्यकता है? കേത്തോമേ കേത്തി കേലിയെ, അതായത് കൃഷിയിടത്തിൽ കൃഷി ചെയ്യാൻ എന്താണ് ആവശ്യം? എന്തുണ്ടെങ്കിലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്? വെള്ളം ഉണ്ടെങ്കിലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വെള്ളം വരമ്പിലൂടെ ഇങ്ങനെ കൃഷിയിടത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ ഒരു കൃഷിക്കാരൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. അതാണ് ആ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. सही है, पानी की आवश्यकता है, तो जरूर किसान का मन खुश हो जाएगा मेढों तक पानी आते देखकर. तो अब मेरा एक प्रश्न है. അപ്പോൾ ഇനി മാഷ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാഷിൻ്റെ അടുത്തൊരു ചോദ്യം ഉണ്ടെന്ന് പറയാണ്. मन किसान का गाय चहके, इसका अर्थ क्या है? കൃഷിക്കാരൻ്റെ മനസ്സിൽ ഒരുപാട് ഇഷ്ടം വരും, അല്ലെങ്കിൽ സന്തോഷമാകും. ഇതിൻ്റെ അർത്ഥം എന്താണ്? बताइए. मन किसान का गाय चहके, इसका अर्थ क्या है? हाँ, किसान का मन खुश हो जाता है. किसान का मन खुश हो जाता है. അത് അർത്ഥമാക്കുന്നത് കൃഷിക്കാരൻ്റെ മനസ്സ് സന്തോഷമാകുന്നു. ആ വയൽവരമ്പിലൂടെ വെള്ളം വരുന്നത് കണ്ടിട്ട് കൃഷിക്കാരൻ്റെ മനസ്സ് സന്തോഷമാകുന്നു. किसान का मन कब खुश हो जाता है? കൃഷിക്കാരൻ്റെ മനസ്സിൽ എപ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്? बताइए. किसान का मन कब खुश होता है? सही है, मेढों तक पानी देखकर. എപ്പോഴാണ്? വരമ്പിലൂടെ വെള്ളം വരുന്നത് കാണുമ്പോഴാണ് കിസാന് അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നത്. किसान का मन कब खुश होता है? मेढों तक पानी देखकर. अगली पंक्तियां देखिए. बादल दानी खूब झमाझम बरसो पानी. बादल दानी खूब झमाझम बरसो पानी. ഈ രണ്ട് വരികൾ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അല്ലയോ ദാനശീലനായ മേഘമേ, ശക്തിയായിട്ട് മഴ വർഷിച്ചാലും എന്ന് പറയണം. देखिए बच्चों, सभी जीव जंतु बादल को क्या पुकारते हैं? बोलिए. हाँ, दानी पुकारते हैं. क्या पुकारते हैं? दानी पुकारते हैं. बादल क्या दान देता है? बादल क्या दान देता है? ठीक है, पानी. सब बादल से क्या प्रार्थना करते हैं? ठीक है, खूब झमाझम बरसने की प्रार्थना, अर्थात जोर से बरसने की प्रार्थना करते हैं. കുട്ടികളെ, ഈ കവിതാ ഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? പറയൂ. എല്ലാ ജീവജാലങ്ങളും അപേക്ഷാസ്വരത്തിൽ പറയുന്നു, അല്ലയോ ദാനശീലനായ മേഘമേ, ശക്തിയായി മഴ പെയ്യൂ. നമ്മുടെ വയലുകളിൽ നെൽവിളവുകളുടെ മണമുണ്ടാകട്ടെ. ജലാശയങ്ങളുടെ തീരങ്ങൾ പച്ചപ്പ് നിറഞ്ഞതാകട്ടെ. വയൽ വരമ്പുകളോളം ജലം നിറയുന്നത് കണ്ടിട്ട് കൃഷിക്കാരുടെ മനസ്സ് സന്തോഷിക്കട്ടെ. ഇതാണ് ഈ കവിതാഭാഗത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത്. अब हम एक वर्कशीट देखें.
गोले से चुने खंभे भरे। बच्चों क्या है उसका शीर्षक, അതിന്റെ തലക്കെട്ട് എന്താണ്? गोले से चुने खंभे भरे। देखिए ये खंभे हैं, खंभे की एक ओर कुछ शब्द हैं। वे क्या क्या हैं? धान की फसल, घाट की राह, किसान का मन, मेढ़ों तक, बादलदानी। एक बार फिर मैं पढ़ता हूं। धान की फसल, घाट की राह, किसान का मन, मेढ़ों तक, बादलदानी। दूसरी ओर के खंभे खाली हैं, ठीक है ना? वहां कुछ भी शब्द नहीं लिखा है। खंभे के शब्दों से संबंध रखने वाले कुछ शब्द नीचे एक गोले में हैं। आपको उस गोले से वे शब्द चुनकर, वे संबंध रखने वाले शब्द चुनकर सही खंभे में लिखना है। आप लोगों को क्या करना है? खंभे के शब्दों से संबंध रखने वाले शब्द गोले से चुनकर सही स्थान पर लिखना है। उदाहरण के लिए धान की फसल की ओर हम क्या लिखेंगे? धान की फसल की ओर हम लिखेंगे खेतों महके। इसी प्रकार लिखना है। മനസ്സിലായോ കൂട്ടുകാരെ? കോളങ്ങളിലെ വാക്കുകളുമായി ബന്ധമുള്ള വാക്കുകൾ താഴെയുള്ള വൃത്തത്തിലുണ്ട്. നിങ്ങൾ കോളങ്ങളിലുള്ള വാക്കുകൾക്ക് നേരെ വൃത്തത്തിൽ നിന്ന് അതുമായി ബന്ധമുള്ള ശരിയായ വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഉദാഹരണമായി ധാൻ കി ഫസൽ എന്നതിന് നേരെ ഖേത്തോ മെഹക്കെ എന്നെഴുതണം. ഇതുപോലെ മറ്റുള്ളവയെ എഴുതണം. ഈ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകനെയോ അധ്യാപികയെയോ തീർച്ചയായും കാണിക്കണം. അവർ നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. इस कविता का संदेश क्या है? അപ്പോൾ ഈ കവിതയിൽ നിന്നും നമുക്കുള്ള സന്ദേശം അല്ലെങ്കിൽ നമുക്കുള്ള അറിവ് എന്താണ്? आप बोलिए. हाँ, पानी अमूल्य है. पानी अमूल्य या अनमोल है. അപ്പോൾ വെള്ളം എന്താണ്? അമൂല്യമാണ്. पानी जीवन का आधार है. पानी के बिना जीवन संभव नहीं. इसलिए पानी का संरक्षण हमारा कर्तव्य है. बच्चों, पानी सब जीवों के लिए कितना महत्वपूर्ण है, इस विषय की चर्चा करने वाली ये कविता यही समाप्त होती है. അപ്പോൾ വെള്ളം എന്താണ്? അമൂല്യമാണ്. ജീവൻ്റെ അടിസ്ഥാനം വെള്ളമാണ്. വെള്ളമില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ജീവൻ സംഭവിക്കില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ആ മഹത്വം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ കവിതയിലൂടെ ചർച്ച ചെയ്ത വെള്ളത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതോടുകൂടി ഇതിലൂടെ ചർച്ച അവിടെ അവസാനിക്കുകയാണ്. അതായത് ഈ പദ്യം അവസാനിച്ചു എന്ന് പറയാണ്. ഇപ്പോൾ നമുക്ക് ഒരു വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. നോക്കൂ. സഹി ഉത്തർ ചുൻകർ ലിഖേം. क्या है? സഹി ഉത്തർ ചുൻകർ ലിഖേം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. खेत खेत में क्या महके? धान की फसल या आम की फसल?
ധാൻ കി ഫസലാണോ ആം കി ഫസലാണോ? ഇതിൽ ശരി ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുത്തെഴുതണം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഘാട്ട് കി രാഹ് ക്യാ ലഹക്കെ, ഹരിയാലി യാ സൂഖ? മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മൻ കിസാൻ കാ ഗായേ ചഹके, इसका अर्थ क्या है? किसान का मन खुश होता है, किसान का मन दुखी होता है. ഇതിലേതാണ് ശരി? അത് നിങ്ങൾ തിരഞ്ഞെടുത്തെഴുതണം. നാലാമത്തെ ചോദ്യം നോക്കൂ. किसान का मन कब खुश होता है मेढ़ों तक पानी देखकर, या सूखे खेत देखकर? ഇവയിൽ ഏതാണ് ശരി ഉത്തരമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതി നിങ്ങളുടെ അധ്യാപകനെയോ അധ്യാപികയെയോ കാണിക്കാൻ മറക്കരുത്. बच्चों, आज की कक्षा यही समाप्त होती है. फिर मिलेंगे. धन्यवाद.